തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM റോഡ് കെട്ടിയടച്ച് നടത്തിയ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ നേതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. MV ഗോവിന്ദന് ഇന്ന് ഹാജരാകുന്നതിൽ കോടതി ഇളവ് അനുവദിച്ചിരുന്നു. ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിൽ ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ എന്നിവർ ഇന്ന് ഹാജരാകണം. വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ചുള്ള CPM ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ മുൻമന്ത്രി MV ജയകുമാർ, MLA-മാരായ V ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, മുൻ MP A സമ്പത്ത് തുടങ്ങിയവരുൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. MV ഗോവിന്ദന് ഇന്ന് ഹാജരാകുന്നതിൽ ഹൈക്കോടതി നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത അടച്ചുകെട്ടി സമരം നടത്തിയതിൽ ജോയിന്റ് കൗൺസിൽ സംഘടനാ നേതാക്കൾക്ക് പുറമെ CPI നേതാക്കളായ ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവരും ഹാജരാകണം. കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നടത്തിയ ധർണയുടെ പേരിൽ കോൺഗ്രസ് MLA TJ വിനോദ്, മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവരും ഇന്ന് ഹാജരാകണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേതാക്കൾ ഹാജരാകുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ലഘുവായി എടുക്കാൻ കഴിയില്ല. റോഡ് കയ്യേറിയും മറ്റും സമരങ്ങളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. ബാലരാമപുരത്ത് നടത്തിയ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഹാജരാകണം. കൂടാതെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും ഹാജരാകേണ്ടതുണ്ട്. കമ്മീഷണർ പുട്ട വിമലാദിത്യ നേരത്തെ ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.